മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, മോശയുടെ ജീവിതത്തിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ വിലയിരുത്തുന്നത്. കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേലിൻ്റെ വിമോചകനാകുവാനുള്ള തൻ്റെ ദൈവനിയോഗം നടപ്പിലാക്കുവാൻ മോശ തയ്യാറെടുത്തു. ഈജിപ്തിലേക്ക് മടങ്ങാൻ തൻ്റെ അമ്മായിയപ്പനായ ജത്രോയുടെ അനുവാദം തേടാൻ മോശ വീട്ടിലേക്ക് മടങ്ങി. ദൈവം സർപ്പമാക്കി മാറ്റിയ ദൈവത്തിൻ്റെ വടി എന്നറിയപ്പെടുന്ന ദണ്ഡുമായി അവൻ തൻ്റെ ഭാര്യ സിപ്പോറയെയും അവരുടെ മക്കളെയും കൂട്ടി ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയിൽ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഗൗരവം വെളിപ്പെടുത്തുന്ന നിഗൂഢവും ഗൗരവമേറിയതുമായ ഒരു അനുഭവം മോശയ്ക്കുണ്ടായി. യാത്രാമധ്യേ അവൻ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാനൊരുങ്ങി. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യം. അബ്രാഹവുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അനിവാര്യ അടയാളമായ പരിച്ഛേദനം തൻ്റെ മകന് അതുവരെ ചെയ്തില്ലാതിരുന്നതിനാലാണ് ദൈവം മോശയെ അപ്രകാരം നേരിട്ടത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നതിൻ്റെ ഭൗതിക അടയാളമായിരുന്നു പരിച്ഛേദനം. ഇസ്രായേലിനെ ജനതകളിൽ നിന്ന് വേർതിരിച്ച് അറിയുകയും അബ്രഹാമിനും അവൻ്റെ പിൻഗാമികൾക്കും ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ മുദ്രവയ്ക്കുകയും ചെയ്ത ഒരടയാളമായിരുന്നു അത്. ഇസ്രായേലിനെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഈ കൽപ്പന മോശ അവഗണിച്ചിരുന്നത് തൻ്റെ ജനത്തെ പ്രതിനിധീകരിക്കുവാൻ വിളിക്കപ്പെട്ട ഉടമ്പടിയുടെ തുടർച്ചയ്ക്ക് പ്രതികൂലമായി. ദൈവകോപത്തിൻ്റെ കാരണം മനസ്സിലാക്കിയ മോശയുടെ ഭാര്യ സിപ്പോറ ഉടൻ തന്നെ ഒരു കൽക്കത്തി എടുത്ത് അവരുടെ മകനെ പരിച്ഛേദനം ചെയ്ത് മോശയുടെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, നീ എനിക്ക് രക്തഭർത്താവാകുന്നു. പുറപ്പാടിൻ്റെ 4-ാം അധ്യായം 25-ാം വാക്യം. ആ നിമിഷം കർത്താവ് മോശയെ ജീവിക്കാൻ അനുവദിച്ചു. ദൈവകൽപ്പന പ്രകാരം മോശയുടെ സഹോദരനായ അഹ്റോൻ അവനെ വന്ന് കണ്ടു. അവർ ഒരുമിച്ച് ഇസ്രായേലിലെ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി ദൈവം കാണിച്ച അടയാളങ്ങൾ പ്രവർത്തിച്ച് ദൈവനിയോഗം അവരെ ബോധ്യപ്പെടുത്തി. കർത്താവ് തൻ്റെ ജനത്തെ ഓർത്തുവെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേലിയർ ആരാധനയോടെ കുമ്പിട്ടു. അതോടെ ആ അടിമകളുടെ ഇടയിൽ പ്രത്യാശ വീണ്ടും തളിരിട്ടു. മോശയും അഹ്റോനും ഫറവോന്റെ മുമ്പാകെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശം പ്രഖ്യാപിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, മരുഭൂമിയിൽ വന്ന് എൻ്റെ ബഹുമാനാർത്ഥം പൂജാ മഹോത്സവം ആഘോഷിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. പുറപ്പാടിൻ്റെ 5-1-ാം വാക്യം. ഫറവോന്റെ മറുപടി അഹങ്കാരത്തോടെയായിരുന്നു. ആരാണ് ഈ കർത്താവ്? അവൻ്റെ വാക്ക് കേട്ട് ഞാൻ എന്തിന് ഇസ്രായേൽക്കാരെ വിട്ടയക്കണം? ഞാൻ കർത്താവിനെ അറിയുന്നില്ല, ഇസ്രായേൽക്കാരെ വിട്ടയക്കുകയില്ല. പുറപ്പാട് 5-ാം അധ്യായം 2-ാം വാക്യം. ഫറവോന് യഹോവ ഒരു അജ്ഞാത ദൈവമായിരുന്നു. ദേവന്മാർ നിറഞ്ഞ ഒരു ദേശത്തെ അനേകരിൽ ഒരാൾ. ഈ ഏറ്റുമുട്ടൽ വെറും ഒരു സാമൂഹിക വിമോചന പ്രസ്ഥാനമായിരുന്നില്ല. അത് ദിവ്യ സത്യത്തിനും ലൗകിക അഹങ്കാരത്തിനും ഇടയിലുള്ള ഒരു യുദ്ധമായിരുന്നു. പ്രതികാരമായി ഫറവോൻ ഇസ്രായേലിയരുടെ ജോലിഭാരം വർദ്ധിപ്പിച്ചു. വൈക്കാൽ നൽകാതെ ഇഷ്ടികകളുടെ അതേ കോട്ട നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടു. ആളുകൾ നിരാശയോടെ മോശയെ വിമർശിച്ചു. അവൻ വളരെയധികം അസ്വസ്ഥനായി ദൈവത്തോട് നിലവിളിച്ചു. എന്നാൽ കർത്താവ് അവൻ ഉറപ്പ് നൽകി, ഞാൻ ഫറവോയോട് എന്തു ചെയ്യുമെന്ന് നീ ഉടനെ കാണും. പുറപ്പാട് 6-ാം അധ്യായം 1-ാം വാക്യം. അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരുമായുള്ള തൻ്റെ ഉടമ്പടി ആവർത്തിച്ചുകൊണ്ട് ദൈവം മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തി. ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. പുറപ്പാടിൻ്റെ 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ. പുറപ്പാടിൻ്റെ യഥാർത്ഥ അർത്ഥം അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, സ്നേഹത്തിലും അനുസരണത്തിലും ദൈവബന്ധിതമായ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീരുക എന്നതായിരുന്നു. ഗാൽ അഥവാ വീണ്ടെടുക്കുക എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം ഒരു അടുത്ത കുടുംബാംഗം എന്ന നിലയിൽ രക്ഷിക്കുക എന്നാണ്. ദൈവം തൻ്റെ സ്വന്തക്കാരെ രക്ഷിക്കാൻ വരുന്ന സ്നേഹനിധിയായ ഒരു ബന്ധുവിനെ പോലെ പ്രവർത്തിച്ചുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. മോശയുടെ ദിവ്യ അധികാരത്തിൻ്റെ തെളിവ് ഫറവോൻ ആവശ്യപ്പെട്ടപ്പോൾ അഹ്റോൻ തൻ്റെ വടി താഴെയിട്ടു. അപ്പോൾ അതൊരു സർപ്പമായി മാറി. ഫറവോന്റെ മന്ത്രവാദികൾ അവരുടെ മന്ത്രവാദങ്ങൾ ഉപയോഗിച്ച് അത് അനുകരിച്ചു. എന്നാൽ അഹ്റോന്റെ വടി അവരുടെ വടിയെ വിഴുങ്ങി. ദൈവത്തിൻ്റെ ശക്തി വ്യാജത്തിൻ്റെ മേൽ വിജയിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിരുന്നു അത്.
തുടർന്ന് ഈജിപ്തിലെ ദേവന്മാർക്ക് യഥാർത്ഥ ശക്തിയില്ലെന്ന് കാണിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധികൾ പ്രകടമാക്കുന്ന 10 മാരികൾ ഉണ്ടായി. ഓരോ ബാധയും ഈജിപ്തുകാർ വിശ്വസിച്ചതോ ആരാധിച്ചതോ ആയ പ്രതീകങ്ങളെ നശിപ്പിച്ചുകൊണ്ട് കർത്താവ് മാത്രമാണ് ദൈവമെന്ന് തെളിയിച്ചു. ഒന്നാമത്തെ പ്ലേഗ് ജലം രക്തമായി മാറുന്നതായിരുന്നു. ഈജിപ്തിലെ ജീവദാതാവായ ഹാപ്പി നദിയുടെ വാസസ്ഥലമായ നൈൽ നദി രക്തമായി മാറി. മത്സ്യങ്ങൾ ചത്തു, വെള്ളം ദുർഗന്ധം വമിച്ചു. പക്ഷേ ഫറവോൻ അപ്പോഴും കേൾക്കാൻ വിസമ്മതിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14 മുതൽ 25 വരെ വാക്യങ്ങൾ. രണ്ടാമത്തെ പ്ലേഗ് തവളകളായിരുന്നു. ഫലഭൂയിഷ്ഠതയുടെ ദേവതയായ ഹെക്കറ്റിന് പവിത്രമായതായിരുന്നു തവളകൾ. എന്നാൽ ആളുകൾ താങ്ങാൻ കഴിയാത്ത വിധം അവ ഭൂമിയെ മൂടി. അവ ചത്തൊടുങ്ങിയപ്പോൾ ദേശം ഭയങ്കരമായി ദുർഗന്ധം വമിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 15 വരെ വാക്യങ്ങൾ. മൂന്നാമത്തേത് കൊതുകുകൾ. പൊടി മനുഷ്യരെയും മൃഗങ്ങളെയും മൂടുന്ന കൊതുകുകളായി മാറി. ഫറവോന്റെ മന്ത്രവാദികൾക്ക് ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നുവെന്ന് സമ്മതിക്കേണ്ടി വന്നു. പുറപ്പാടിൻ്റെ 8-ാം അധ്യായം 16 മുതൽ 19 വരെ വാക്യങ്ങൾ. നാലാമത്തേത് ഈച്ചകൾ. ഈച്ചകളുടെ കൂട്ടം ഈജിപ്തിൽ നിറഞ്ഞു. എന്നാൽ ഇസ്രായേലിൽ താമസിച്ചിരുന്ന ഗോഷൻ ആ മാരിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. അങ്ങനെ സ്വന്തം ജനത്തെ സംരക്ഷിക്കുവാൻ തനിക്ക് കഴിയുമെന്ന് ദൈവം കാണിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം 20 മുതൽ 32 വരെ വാക്യങ്ങൾ. അഞ്ചാമത്തേത് കന്നുകാലികളുടെ രോഗങ്ങൾ. ആപ്പീസ്, ഹാത്തോർ തുടങ്ങിയ ദൈവങ്ങളുടെ പ്രതീകങ്ങളായി ആരാധിക്കപ്പെട്ടിരുന്ന ഈജിപ്തിലെ കന്നുകാലികൾ ചത്തൊടുങ്ങി. ദൈവം എല്ലാ സൃഷ്ടികളെയും ഭരിക്കുന്നുവെന്ന് അത് തെളിയിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ. ആറാമത്തേത് പരുക്കൾ അഥവാ വ്രണങ്ങൾ. മനുഷ്യരിലും മൃഗങ്ങളിലും വേദനാജനകമായ വ്രണങ്ങൾ പടർന്നു. ഒരിക്കൽ അഹങ്കാരികളായിരുന്ന മന്ത്രവാദികൾക്ക് പോലും ഈ കാര്യത്തിൽ മോശയുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. പുറപ്പാട് 9-ാം അധ്യായം 8 മുതൽ 12 വരെ വാക്യങ്ങൾ. ഏഴാമത്തേത് ആലിപ്പഴം അഥവാ കഠിനമായ കന്മഴ. വലിപ്പമേറിയ ആലിപ്പഴവും ഇടിമുഴക്കവും വിളകളെയും കന്നുകാലികളെയും നശിപ്പിച്ചു. അപ്പോൾ ആകാശത്തിലെ ദേവന്മാരും കൊടുങ്കാറ്റും നിസ്സഹായരായിരുന്നു. ഫറവോൻ ഖേദിച്ചു. പക്ഷെ താമസിയാതെ അവൻ്റെ ഹൃദയം വീണ്ടും കഠിനമായി. പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 35 വരെ വാക്യങ്ങൾ. എട്ടാമത്തെ മാരി വെട്ടുക്കിളികളായിരുന്നു. കന്മഴ അവശേഷിപ്പിച്ചതെല്ലാം വെട്ടുക്കിളിക്കൂട്ടങ്ങൾ തിന്നു തീർത്തു. ഈജിപ്തിലെ വയലുകൾ വിജനമായി. അങ്ങനെ ക്ഷാമം വന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഒൻപതാമത്തെ പ്ലേഗ് അന്ധകാരമായിരുന്നു. ഈജിപ്തുകാരുടെ സൂര്യദേവനായ റായെ പരാജയപ്പെടുത്തിക്കൊണ്ട് 3 ദിവസത്തേക്ക് ഈജിപ്തിനെ അഗാധമായ അന്ധകാരത്തിലാക്കി. അപ്പോഴും ദൈവജനത്തിന് അവരുടെ വീടുകളിൽ പ്രകാശമുണ്ടായിരുന്നു. പുറപ്പാട് 10-ാം അധ്യായം 21 മുതൽ 29 വരെ വാക്യങ്ങൾ. അവസാനത്തെ ബാധ ഫറവോന്റെ സ്വന്തം മകൻ ഉൾപ്പെടെയുള്ള ഈജിപ്തിലെ ആദ്യജാതരുടെ മരണമായിരുന്നു. എന്നാൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വാതിലുകൾ അടയാളപ്പെടുത്തിയ ഇസ്രായേല്യർ ആ മഹാമാരിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. പുറപ്പാടിൻ്റെ പുസ്തകം 11-12 അധ്യായങ്ങൾ. ഈ അവസാന ബാധ ദിവ്യനീതിയുടെ ഒരു പ്രവൃത്തിയായിരുന്നു. മുമ്പ് മറ്റൊരു ഫറവോൻ ദൈവജനത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ഇസ്രായേല്യരുടെ ആൺമക്കളെ നൈൽ നദിയിൽ എറിയുവാൻ ഉത്തരവിട്ടിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം. 10ാമത്തെ ബാധയിൽ ഈ തിന്മകൾക്ക് വിപരീത ദിശയിൽ ശ്രദ്ധേയമായ മറുപടി ലഭിക്കുന്നു. ഇസ്രായേലിൻ്റെ പുത്രന്മാരെ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിച്ച അതേ ജനതയ്ക്ക് ഇപ്പോൾ ഫറവോന്റെ മകൻ ഉൾപ്പെടെ സ്വന്തം ആദ്യജാതന്മാരെ നഷ്ടപ്പെട്ടു. ആ രാത്രി ദൈവത്തിൻ്റെ വിടുതലിനുള്ള ആഘോഷമായ ആദ്യത്തെ പെസഹയായി മാറി. കുഞ്ഞാടിൻ്റെ രക്തം ഇസ്രായേലിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. അത് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ രക്തച്ചൊരിച്ചിലിനെ മുന്നോടിയാക്കി. യോഹന്നാൻ 1:29. സമനില, ഫലഭൂയിഷ്ഠത, പ്രകൃതി ചക്രങ്ങൾ എന്നിവയിൽ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു പുരാതന ഈജിപ്ഷ്യൻ മതം. ഓരോ ബാധയും ഇവയ്ക്ക് വിപരീതാവസ്ഥ സംജാതമാക്കിയതിനാൽ ഈജിപ്തിലെ ദേവന്മാർ സ്വന്തം ആരാധകർക്ക് പ്രതികൂലമായി കാണപ്പെട്ടു. ഏകദേശം ഇതേ സമയത്ത് എഴുതപ്പെട്ട ഇപ്പുവർ പപ്പൈറസ് പോലുള്ള പുരാവസ്തു രേഖകൾ ഈജിപ്തിലെ ദുരന്തങ്ങളെ വിവരിക്കുന്നുണ്ട്. ബൈബിളിലെ മഹാമാരി വിവരണത്തിന് സമാനമായവ അവിടെയും പരാമർശിക്കുന്നുണ്ട്. അനിയന്ത്രിതമായ ആ മഹാമാരികളിലൂടെ ഈജിപ്തിൻ്റെ ശക്തിയിലുള്ള ആശ്രയത്വവും ഫറവോൻ ജീവനുള്ള ദൈവമാണെന്ന വിശ്വാസവും തകർന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഈജിപ്തിലെ എല്ലാ ദേവന്മാരെക്കാളും വലിയവനാണെന്നും
ഒരു മനുഷ്യ ഭരണാധികാരിക്കും അവനെതിരെ നിൽക്കാൻ കഴിവില്ലെന്നും ബാധകൾ തെളിയിച്ചു. പ്ലേഗുകളുടെ സമയത്തെ ദൈവത്തിൻ്റെ നീതിയും കരുണയും യഹൂദ പാരമ്പര്യം ഊന്നി പറയുന്നുണ്ട്. കഷ്ടത അനുഭവിച്ച ഈജിപ്തുകാർക്ക് വേണ്ടി പോലും ദൈവം കരഞ്ഞുവെന്ന് മിദ്രാഷ് പഠിപ്പിക്കുന്നു. കാരണം അവരും ദൈവത്തിൻ്റെ സൃഷ്ടികളായിരുന്നു. ക്രിസ്തീയ ധാരണയിൽ ക്രിസ്തുവിലൂടെ പാപത്തെയും തിന്മയെയും പരാജയപ്പെടുത്തുന്ന പ്രതീകങ്ങളായി പ്ലേഗുകളെ കാണുന്നു. വിശുദ്ധ അഗസ്തീനോസ് മനുഷ്യരാശിയെ അടിമകളാക്കുന്ന സാത്താൻ്റെ പ്രതിച്ഛായയായി ഫറവോനെയും ദിവ്യശക്തി നമ്മെ വിടുവിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയായും കണ്ടു. പെസഹ ദിവ്യകാരുണ്യത്തിൻ്റെ അടിത്തറയായി മാറി. വാതിൽപ്പടികളിൽ അടയാളപ്പെടുത്തുന്ന കുഞ്ഞാടിൻ്റെ രക്തം തൻ്റെ വിശ്വസരെ അടയാളപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തെ മുൻനിഴലാക്കുന്നു. വിശുദ്ധ പൗലോസ് എഴുതി, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 5:7 ബാധകളുടെ വിവരണത്തിൽ ചിലപ്പോൾ ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയെന്നും മറ്റു ചിലപ്പോൾ കർത്താവ് ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയെന്നും പറയുന്നു. ഇത് വലിയൊരു സത്യം അവതരിപ്പിക്കുന്നു. ദൈവം എല്ലാവർക്കും മാനസാന്തരപ്പെടാനുള്ള അവസരം നൽകുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തി ദൈവേഷ്ടത്തെ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയം അടഞ്ഞതും അന്ധവുമാകും. മനുഷ്യൻ്റെ ശാഠ്യത്തിൽ നിന്നും ആരംഭിക്കുന്നതാണ് ആത്മീയ കാഠിന്യമായി അവസാനിക്കും. ദൈവത്തിൻ്റെ കൃപയെ നിരസിക്കുന്നത് സ്വന്തം പതനത്തിലേക്ക് നയിക്കുമെന്ന് ഇത് മുന്നറിയിപ്പ് നൽകുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു, ദൈവം ഹൃദയങ്ങളെ ദുഷ്ടമാക്കുന്നില്ല, എന്നാൽ മനുഷ്യൻ അവൻ്റെ വെളിച്ചത്തെ എതിർക്കുമ്പോൾ അവരുടെ കാഠിന്യം വളരുന്നു. ദൈവഹിതത്തിന് ഏറ്റവും വലിയ തടസ്സം അഹങ്കാരമാണെന്ന് ഈ കഥ മുന്നറിയിപ്പ് നൽകുന്നു. അവസാന ബാധയ്ക്ക് മുമ്പ് ദൈവം മോശയോടും അഹ്റോനോടും പെസഹ എന്ന വിശുദ്ധ സ്മരണ അനുഷ്ഠിക്കുവാൻ കൽപ്പിച്ചു. ഓരോ കുടുംബവും 1 വയസ്സ് പ്രായമുള്ള കളങ്കമില്ലാത്ത കുഞ്ഞാടിനെ തിരഞ്ഞെടുത്ത് സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കൊണ്ട് അവരുടെ വാതിൽപ്പടികളിലും കട്ടിടപ്പടിയിന്മേലും അടയാളപ്പെടുത്തണം. കാലിൽ ചെരുപ്പണിഞ്ഞും കയ്യിൽ വടിയേന്തിയും യാത്രയ്ക്കായി വസ്ത്രം ധരിച്ചും പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള സസ്യങ്ങളും ചേർത്ത് കുഞ്ഞാടിനെ ചുട്ട് ഭക്ഷിക്കണമായിരുന്നു. ദൈവം പ്രഖ്യാപിച്ചു, അത് കർത്താവിൻ്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 12-11 മുതൽ 13 വരെ വാക്യങ്ങൾ. ഇസ്രായേല്യർ അവ അനുസരിച്ചു. അർദ്ധരാത്രിയിൽ കർത്താവ് ഈജിപ്തിലെ എല്ലാ കടിഞ്ഞൂടുകളെയും ഫറവോന്റെ അവകാശം മുതൽ തടവുകാരുടെയും കന്നുകാലികളുടെയും ആദ്യജാതർ വരെ സംഹരിച്ചു. ദേശമെമ്പാടും വലിയ നിലവിളി ഉയർന്നു. ഫറവോൻ മോശയെയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പോകുവിൻ. നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കുവിൻ. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകുവിൻ. എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുവിൻ. പുറപ്പാടിൻ്റെ പുസ്തകം 12-31-32 വാക്യങ്ങൾ. അങ്ങനെ പുറപ്പാട് ആരംഭിച്ചു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ വിശ്വാസയാത്രയിലെ ആദ്യപടിയായി മാറിയ ഒരു വിടുതലിൻ്റെ രാത്രിയായിരുന്നു അത്. ദൈവജനത്തിന് പെസഹ ഒരു പുതിയ ഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. കർത്താവ് പറഞ്ഞു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. പുറപ്പാട് 12:2. ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവൃത്തിയാൽ അവരുടെ കലണ്ടറും ജീവിതവും പുനഃസ്ഥാപിക്കപ്പെട്ടു. ഈജിപ്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് കാലഘട്ടത്തിന് തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് സാധാരണ ചരിത്രത്തെ രക്ഷാചരിത്രമാക്കി മാറ്റി. കുഞ്ഞാടിൻ്റെ രക്തം സംരക്ഷണത്തെയും ഉൾപ്പെടലിനെയും പ്രതീകപ്പെടുത്തി. രക്തത്താൽ അടയാളപ്പെടുത്തുക എന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി വേർതിരിക്കപ്പെടുക എന്നതായിരുന്നു. യഹൂദ പാരമ്പര്യത്തിൽ ഈ ഉടമ്പടി ആചരണം ഇസ്രായേൽ ജനതയുടെ ജനനത്തിന് തുടക്കം കുറിച്ചു. കുഞ്ഞാടുകളുടെ രക്തത്താൽ ഇസ്രായേൽ ഭൗതിക അടിമത്തത്തിൽ നിന്ന് മോചിതനായതുപോലെ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെ നാം പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിതരാകുന്നു. സ്നാപകൻ ഈശോയെ ചൂണ്ടി പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. പുളിപ്പില്ലാത്ത അപ്പം വിശുദ്ധിയെയും ധൃതിയിലുള്ള പുറപ്പാടിനെയും പ്രതീകപ്പെടുത്തുന്നു. അത് അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പുതുക്കിയ അസ്തിത്വത്തിലേക്കുള്ള പരിവർത്തനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കൂടാതെ അത് പുതിയ നിയമത്തിലെ ദിവ്യകാരുണ്യത്തെ സൂചിപ്പിക്കുന്നു. അവിടെ വാഗ്ദത്ത ദേശമായ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് ക്രിസ്തു ജീവൻ്റെ അപ്പമായി മാറുന്നു. പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട്
വാതിൽപ്പടികളിൽ അടയാളം ഇടണമെന്ന ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച ഇസ്രായേലിയർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. തുടർന്നുണ്ടായ ഭീതിയും ദുഃഖവും ഫറവോന്റെ അഹങ്കാരത്തെ തകർത്തു. ഒടുവിൽ അവൻ ഇസ്രായേലിയരോട് ഈജിപ്ത് വിടുവാൻ ഉത്തരവിട്ടു. അങ്ങനെ അവരുടെ ദീർഘകാല അടിമത്തം അവസാനിച്ചു. ദൈവത്തിൻ്റെ ശക്തിയിൽ ഭയന്ന ഈജിപ്തുകാർ ഇസ്രായേലിനെ വേഗത്തിൽ പോകാൻ പ്രേരിപ്പിച്ചു. തലമുറകളായി ചെയ്യേണ്ടി വന്ന നിർബന്ധിത അടിമ ജോലിക്ക് പ്രതിഫലമായി ദൈവകൃപയാൽ ഇസ്രായേൽക്കാരോട് കരുണ തോന്നിയ ഈജിപ്തുകാർ അവർക്ക് സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും നൽകി. സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ റമേസസിൽ നിന്ന് സുക്കോത്തിലേക്ക് കാൽനടയായി പുറപ്പെട്ടു. അതായത് ഏകദേശം 25 ദശലക്ഷത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നിരിക്കണം. ജോസഫിൻ്റെ അസ്ഥിയും അവർ വഹിച്ചിരുന്നു. ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും, അപ്പോൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് അദ്ദേഹത്തിൻ്റെ മരണസമയത്തെ ആഗ്രഹം അങ്ങനെ അവർ നിറവേറ്റി. പുറപ്പാട് 13:19. കർത്താവിൻ്റെ ജാഗരണ രാത്രി എന്ന് വിളിക്കപ്പെടുന്ന ആ സന്ധ്യയിൽ ദൈവം തൻ്റെ ജനത്തെ മോചിപ്പിക്കുമെന്ന വാഗ്ദാനം പാലിച്ചു. പുറപ്പാട് 12:42. ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്നും ഒരു യാത്രാ സംഘമായി പുറപ്പെട്ടു. അതോടെ ഫറവോന്റെ ഭരണത്തിനും കീഴിലല്ലാതെ ദൈവത്തിൻ്റെ സ്വന്തം സാന്നിധ്യത്താൽ അവർ നയിക്കപ്പെട്ടു. ദൈവം തൻ്റെ ജനത്തെ നേരിട്ട് വാഗ്ദത്ത ഭൂമിയിലേക്കല്ല നയിച്ചത്, മറിച്ച് മരുഭൂമിയിലൂടെ ചെങ്കടലിലേക്ക് നയിച്ചു. പുറപ്പാട് 13, 21, 22 വാക്യങ്ങളിൽ പറയുന്നു, അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാറിയില്ല. ഇത് ദൈവസാന്നിധ്യവും നയിക്കലും സംരക്ഷണവും മാർഗനിർദ്ദേശവും പ്രകാശവും അവർക്ക് തുടർച്ചയായി ലഭ്യമാക്കി. മേഘസ്തംഭവും അഗ്നിസ്തംഭവും ദൈവമഹത്വത്തിൻ്റെ, അതായത് ഷെക്കീനായുടെ പ്രതീകമാണ്. ആ തിരുസാന്നിധ്യം പിന്നീട് കൂടാരത്തിലും ദേവാലയത്തിലും നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ പുതിയ ജനമായ സഭയെ വിശ്വാസത്തിൻ്റെ യാത്രയിലൂടെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൽ ഇതേ സാന്നിധ്യം നിറവേറ്റപ്പെടുന്നു. ഇസ്രായേലിൽ രക്ഷപ്പെട്ടു എന്ന് ഫറവോൻ മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ മനസ്സ് മാറി. അടിമകൾ ഈജിപ്തിൽ നിന്ന് പോകുന്നത് വൻ നഷ്ടമാണെന്ന് അവൻ അറിയാം. അതിനാൽ ലോകത്തിലെ ഏറ്റവും ശക്ത സൈന്യമായ തൻ്റെ രഥങ്ങളെയും പടയാളികളെയും വിളിച്ചുകൂട്ടി അവൻ അവരെ പിന്തുടർന്നു. ചെങ്കടലിനും ഫറവോന്റെ സൈന്യത്തിനും ഇടയിൽ തങ്ങൾ കുടുങ്ങിപ്പോയതായി ഇസ്രായേലിയർ കണ്ടെത്തി. അവർ ഭയന്ന് സഹായത്തിനായി ദൈവത്തോട് നിലവിളിച്ചു. ശക്തമായ വിശ്വാസാധിഷ്ഠിത വാക്കുകളോടെ മോശ മറുപടി പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യുവാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പുറപ്പാടിൻ്റെ 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ദൈവം മോശയോട് കടലിന്മേൽ കൈനീട്ടാൻ പറഞ്ഞു. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും പിൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. പുറപ്പാടിൻ്റെ 14-ാം അധ്യായം 19-20 വാക്യങ്ങൾ. മോശ കടലിന് മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ചു കടലിനെ പുറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു. പുറപ്പാടിൻ്റെ 14-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ഈജിപ്തുകാർ അവരെ പിന്തുടർന്നപ്പോൾ കർത്താവ് അവരുടെ സൈന്യത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. മോശ വീണ്ടും കൈനീട്ടിയപ്പോൾ കടലിലെ വെള്ളം പിന്നിലേക്ക് കുതിച്ചു. ഫറവോന്റെ രഥങ്ങളെയും സൈനികരെയും മൂടി. ദൈവജനത്തിന് വഴി തുറന്ന അതേ ജലാശയം അവരുടെ പീഡകരുടെ ശവക്കുഴിയായി മാറി. പുലർച്ചെ ഫറവോയുടെ സൈന്യം കരയിൽ മരിച്ചു കിടക്കുന്നത് ഇസ്രായേൽക്കാർ കണ്ടു. കർത്താവ് തങ്ങളെ രക്ഷിച്ചുവെന്ന് അവർ മനസ്സിലാക്കി. അവരുടെ ദൈവം അകലെയല്ല, മറിച്ച് തൻ്റെ ജനത്തിനു വേണ്ടി പോരാടുന്ന ഒരു ജീവനുള്ള രക്ഷകനാണെന്ന് അവർ മനസ്സിലാക്കിയതിനാൽ അവർ ദൈവത്തിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. സന്തോഷത്താലും ഭീതിയാലും മോശയും ഇസ്രായേലിലും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രഥമ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിൽ എറിഞ്ഞു. പുറപ്പാടിൻ്റെ 15-ാം അധ്യായം 1-ാം വാക്യം. മോശയുടെ സഹോദരിയും പ്രവാചകയുമായ മിരിയാം തപ്പുമെടുത്ത് സ്ത്രീകളെ നൃത്തം ചെയ്യിച്ച് ദൈവസ്തുതികൾ നയിച്ചുകൊണ്ട് പാടി, കർത്താവിനെ പാടി സ്തുതിക്കുവിൻ,
എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണ്ണമായ വിജയം നേടിയിരിക്കുന്നു. പുറപ്പാടിൻ്റെ 15-ാം അധ്യായം 21-ാം വാക്യം. ഈജിപ്തിനെതിരായ ദൈവത്തിൻ്റെ വിജയവും സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കുന്ന ഗീതമായിരുന്നു മോശയുടേത്. ഇതിൽ കർത്താവിനെ യോദ്ധാവ്, രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ എന്നീ നിലകളിൽ സ്തുതിച്ചു. അതിൻ്റെ പ്രതിധ്വനി വെളിപാട് 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വീണ്ടും ശ്രവിക്കുന്നു. അവിടെ സ്വർഗത്തിലെ വിശുദ്ധന്മാർ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിക്കുന്നു. യാം സൂഫ് അഥവാ ഞാങ്കടകളുടെ കടൽ എന്ന് വിളിക്കപ്പെടുന്ന ചെങ്കടൽ, ബിറ്റർ തടാകങ്ങൾ അഥവാ സൂയസ് ഉൾക്കടൽ എന്നിവ പോലെ ഈജിപ്തിനും സീനായ് ഉപദ്വീപിനും ഇടയിലുള്ള ഒരു ചതുപ്പ് നിലതയാണ് സൂചിപ്പിക്കുന്നത്. ഇബുവർ, പപ്പീറസ്, വിവിധ ക്ഷേത്രലിഖിതങ്ങൾ എന്നിവ പോലുള്ള പുരാതന ഈജിപ്ഷ്യൻ രചനകൾ ഇരുട്ട്, വെള്ളപ്പൊക്കം, ആദ്യജാതരുടെ മരണം തുടങ്ങിയ ദുരന്തങ്ങളെ പരാമർശിക്കുന്നുണ്ട്. പ്ലേഗുകളുടെയും പുറപ്പാടിൻ്റെയും ബൈബിൾ വിവരണത്തെ പിന്തുണയ്ക്കുന്ന ചരിത്രപരവും സാംസ്കാരികവുമായ പശ്ചാത്തലം ഈ രേഖകൾ നൽകുന്നു. കുതിരകൾ വലിക്കുന്ന ചെറിയ ഇരുചക്രവാഹനങ്ങളായ ഈജിപ്ഷ്യൻ രഥങ്ങൾ സൈനിക ശക്തിയുടെ പ്രതീകങ്ങളായിരുന്നു. അതേ കാലഘട്ടത്തിലെ കലാപരമായ ചിത്രീകരണങ്ങളിൽ അവയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഫറവോന്റെ രഥങ്ങൾ മുങ്ങി നശിച്ചത് ദൈവിക പരമാധികാരത്തിന് മുമ്പിലുള്ള സാമ്രാജ്യ ശക്തിയുടെ പൂർണ്ണമായ തകർച്ചയെയാണ് പ്രതിനിധാനം ചെയ്തത്. ഈജിപ്ഷ്യൻ ദൈവമായ ഫറവോൻ തന്നെ സൂര്യദേവനായ റായുടെ ആൾരൂപമായി കണക്കാക്കപ്പെട്ടിരുന്നെങ്കിലും കടലിൽ വെച്ചുണ്ടായ അദ്ദേഹത്തിൻ്റെ പരാജയം വ്യാജ ദൈവത്വത്തിൻ്റെ നാശത്തെ പ്രതീകപ്പെടുത്തി. അങ്ങനെ പുറപ്പാട് എല്ലാ സൃഷ്ടികൾക്കും മേലുള്ള ഏക സത്യദൈവമായി കർത്താവിനെ പ്രഖ്യാപിക്കുന്ന ഒരു രാഷ്ട്രീയ വിമോചനവും ദൈവശാസ്ത്ര വിപ്ലവമായിരുന്നു. യഹൂദ പാരമ്പര്യത്തിൽ പെസഹ രാത്രി കാണുന്നതിൻ്റെ രാത്രിയാണ്. അതായത് പെസഹയെ ഓരോ തലമുറയും ഈജിപ്തിൽ നിന്ന് വ്യക്തിപരമായി മോചിതയായി കാണണം. കടൽ കടക്കുന്നത് ദൈവിക കാരുണ്യത്തിൻ്റെ പരമോന്നത പ്രവൃത്തിയായി യഹൂദ പ്രാർത്ഥനകളിൽ ദിവസവും ഓർമ്മിക്കപ്പെടുന്നു. ക്രൈസ്തവ കാഴ്ചപ്പാടിൽ ഈ സംഭവങ്ങൾ ജ്ഞാനസ്നാനത്തെ മുൻനിഴലാക്കുന്നു. വിശുദ്ധ പൗലോസ് എഴുതി, അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. 1 കൊറിന്ത്യർ 10-2 വാക്യം. പെസഹ കുഞ്ഞാട് ക്രിസ്തുവിൻ്റെ മുൻനിഴലായും ചെങ്കടലിലെ വെള്ളത്തെ ജ്ഞാനസ്നാനത്തിൻ്റെ പ്രതീകമായും സഭാപിതാക്കന്മാർ കണ്ടു. ചെങ്കടൽ കടക്കൽ പാപത്തിൻ്റെ അഥവാ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയെ പ്രതീകപ്പെടുത്തുന്നു. അങ്ങനെ നമ്മളെ പാപത്തിൻ്റെ മരണവും ദൈവത്തിൽ നവജീവിതവും നാം കൈവരിക്കുന്നു. അങ്ങനെ പുറപ്പാടിൻ്റെ കഥ ചരിത്രം മാത്രമല്ല, ജീവിക്കുന്ന ഒരു രഹസ്യം കൂടിയാണ്. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ നോക്കാം. ഒന്നാമത്, അനുസരണം നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ കീഴിൽ നിർത്തുന്നു. ദൈവവുമായുള്ള ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദനം നിർവഹിക്കാതെ മോശയ്ക്ക് ദൈവത്തിൻ്റെ സന്ദേശവാഹകനാകുവാൻ സാധിക്കുമായിരുന്നില്ല. നമ്മുടെ ഭവനങ്ങളും ശീലങ്ങളും ഹൃദയങ്ങളും വിശ്വാസത്താൽ മുദ്രയിടപ്പെടുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷകൾ ഫലമണിയുന്നത്. 2, കൃപ മുന്നേറുമ്പോൾ പ്രതിരോധം പ്രതീക്ഷിക്കണം. ദൈവവിളി സ്വീകരിച്ച ശേഷം മോശയുടെ ഭാരങ്ങൾ വർദ്ധിച്ചു. പ്രാരംഭ പരാജയങ്ങൾ ദൈവം നമ്മെ അവഗണിക്കുന്നുവെന്ന് അർത്ഥമാക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും വിമോചനത്തിൻ്റെ ആരംഭമായിരിക്കും. കർത്താവ് പറയുന്നു, ഞാൻ ഫറവോയോട് എന്തു ചെയ്യുമെന്ന് നീ ഉടനെ കാണും. പുറപ്പാടിൻ്റെ 6-1 വാക്യം. അതിനാൽ നാം നിരാശരാകാതെ സ്ഥിരോത്സാഹം ഉള്ളവരാകണം. 3, വീണ്ടെടുപ്പ് ദൈവമനുഷ്യ ബന്ധമാണ്. ദൈവം വാഗ്ദാനം ചെയ്തു, ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. പുറപ്പാടിൻ്റെ 6-7. ബൈബിളിലെ സ്വാതന്ത്ര്യം നമ്മെ ചെന്നെത്തിക്കുന്നത് ആരാധന, കൂട്ടായ്മ, വിശുദ്ധി എന്നിവയിലേക്കാണ്. 4, കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പെസഹ ഇസ്രായേലിൻ്റെ ശക്തിയെ ആശ്രയിച്ചല്ല, മറിച്ച് രക്തത്തിന് കീഴിലുള്ള അനുസരണയുള്ള വിശ്വാസത്തെ ആശ്രയിച്ചായിരുന്നു. യഥാർത്ഥ കുഞ്ഞാടായ ക്രിസ്തു വഴി പാപത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള യാത്രയ്ക്ക് കുർബാനയർപ്പണം നമ്മെ അടയാളപ്പെടുത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു. 5, വഴി അടയ്ക്കുമ്പോൾ വിശ്വാസം മുന്നോട്ട് നീങ്ങുന്നു. കടലും രഥങ്ങളും കൊണ്ട് വളയപ്പെട്ട ഇസ്രായേൽക്കാർ കേട്ടു, ഭയപ്പെടേണ്ട, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ക്രിസ്തീയ ധൈര്യം ധീരതയല്ല, ദൈവം തുറക്കുന്ന പാതയിലേക്ക് അനുസരണയോടെയുള്ള യാത്രയാണ്. നമുക്കൊരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. ഉടമ്പടിയുടെ ദൈവമായ കർത്താവേ, നീ നിന്റെ ജനത്തെ വിസ്മരിച്ചില്ല. ഈജിപ്തിലെ വിഗ്രഹങ്ങളെ ന്യായം വിധിച്ചു, ഇസ്രായേലിനെ കടലിലൂടെ നയിച്ചു. വിശ്വാസത്താൽ ഞങ്ങളുടെ വീടുകളെ അടയാളപ്പെടുത്തണമേ. പരീക്ഷണങ്ങൾ വർദ്ധിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തണമേ.
നിന്റെ ആത്മാവ് വഴി തുറക്കുന്നിടത്തെല്ലാം നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മോശയെയും മിറിയാമിനെയും പോലെ ഞങ്ങളുടെ അധരങ്ങൾ നിന്റെ വിജയത്തെക്കുറിച്ച് സ്തുതി പാടട്ടെ. യഥാർത്ഥ കുഞ്ഞാടിൻ്റെ രക്തം ഞങ്ങളെ നിന്റെ സ്വാതന്ത്ര്യത്തിൽ നിലനിർത്തട്ടെ. ആമേൻ.